ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഡിയർ ഫ്രണ്ട്സ്, ലോകത്ത് വളരെയേറെ ചർച്ചകൾക്ക് വിധേയമാക്കപ്പെട്ട അല്ലെങ്കിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന വിഷയമാണ് വാട്ട് ഈസ് ഫിത്നത്തു ദജ്ജാൽ ആൻഡ് ഹൂ ഈസ് ഹി. എന്താണ് ഫിത്നത്തു ദജ്ജാൽ? ആരാണവൻ? ലോകാടിസ്ഥാനത്തിൽ പണ്ഡിതന്മാരിൽ പലരും പല അഭിപ്രായങ്ങളും വ്യാഖ്യാനങ്ങളും പറഞ്ഞിട്ടുണ്ട്. അവകൾ ഏതൊക്കെയാണെന്നും അതിൽ നിന്നും ദജ്ജാലിനെ സംബന്ധിച്ച് നാം ഓരോരുത്തരും എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത് എന്നുമൊക്കെ അറിയാൻ വേണ്ടിയാണ് ആ അഭിപ്രായങ്ങളൊക്കെ മുന്നിൽ വെക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നാം സംസാരിക്കുന്നത്. സോ വിഷയം മനസ്സിലാക്കാൻ വേണ്ടി വീഡിയോ പൂർണ്ണമായും കാണണമെന്നുണർത്തിക്കൊണ്ട് ഏവരെയും ഒരിക്കൽ കൂടി ചാനലിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വൺസ് അഗൈൻ വെൽക്കം ടു റംലെ മദീന. ഫ്രണ്ട്സ്, നിലവിൽ ദജ്ജാലിനെ സംബന്ധിച്ചുള്ള ഡിഫറെന്റ് വ്യൂസുകളാണ് ഇവിടെ പറയുന്നത്. അവകളൊക്കെയും തന്നെ ശരിയാണെന്ന് ഒരിക്കലും പറയുന്നില്ല. മറിച്ച് ഇത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കാനും ഒരു ഓവർവ്യൂ ലഭ്യമാക്കാനുമായി പറയുന്നുവെന്ന് മാത്രം. എനിവേ, ലോകത്തുള്ള ഒരു സംഘത്തിന്റെ അഭിപ്രായം ഇതാണ്: ദജ്ജാൽ എന്നത് ഒരു വ്യക്തിയല്ല, മറിച്ച് അതൊരു ടോട്ടൽ സിസ്റ്റത്തിന്റെ പേരാണ്. ചിലരാണെങ്കിൽ ദജ്ജാൽ എന്നതിനെ ഐപാഡ്, ഐഫോൺ തുടങ്ങിയ ഡിവൈസുകളോട് സദൃശപ്പെടുത്തിക്കൊണ്ടാണ് വ്യാഖ്യാനിക്കുന്നത്. കാരണം 1i എന്നുള്ളത് ഈ ഗാഡ്ജറ്റിൻ്റെയൊക്കെ സ്ക്രീൻ എന്നതാണ് അവരുടെ വാദം. അവർ പറയുന്നു, ലോകം മുഴുവനും ഭയങ്കരമായ നിലയിൽ ഈ ഡിവൈസുകളിലേക്ക്, മൊബൈൽ ഫോണുകളിലേക്കും ഇന്റർനെറ്റ് സംവിധാനങ്ങളിലേക്കുമൊക്കെ വളരെയധികം അഡിക്റ്റ് ആയിരിക്കുന്നു. ഇത് തന്നെയാണ് ഫിത്നത്തു ദജ്ജാൽ. സീ ഫ്രണ്ട്സ്, ദിസ് ഈസ് നോട്ട് ആൻ ഓതന്റിക് ഒപ്പീനിയൻ. ഇതൊരു ശരിയായ അഭിപ്രായമേ അല്ല. കാരണം ദജ്ജാൽ ക്ലിയർലി അവനൊരു ഹ്യൂമൻ ബീങ് ആയിരിക്കും. അത് സംബന്ധിച്ച ഹദീസുകൾ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ദജ്ജാൽ ഒരു വ്യക്തി അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബ്നു സയ്യാദിനെ സംബന്ധിച്ച് അവൻ ദജ്ജാലാണോ അല്ലയോ എന്ന് ആഴത്തിൽ അന്വേഷണം നടത്തിയത്? സോ ദജ്ജാൽ എന്നത് ഒരു വ്യക്തി തന്നെയാണ്, ഒരു സിസ്റ്റം അല്ല. മറ്റൊരു സംഘം ഉലമാഇന്റെ അഭിപ്രായം ഇതാണ്: ദജ്ജാൽ ഓൾറെഡി ഈ ഭൂമിയിൽ വന്നു കഴിഞ്ഞു. ബട്ട് സംവെയർ, എവിടെയോ ഹൈഡായിരുന്നു കൊണ്ട് ഏജന്റ് ത്രൂ ഹോൾ വേൾഡ് സിസ്റ്റത്തെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇക്കൂട്ടരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ദജ്ജാൽ ഈ ഭൂമിയിൽ 40 ഡേയ്സ് 40 ദിവസം കഴിച്ചു കൂട്ടുകയും അതിൽ ഒരു ദിവസം ഒരു വർഷത്തിന് സമാനമായിരിക്കുകയും അടുത്ത ഒരു ദിവസം ഒരു മാസത്തിന് സമാനമായിരിക്കുകയും അടുത്ത ഒരു ദിവസം ഒരു ആഴ്ചയ്ക്ക് സമാനമായിരിക്കുകയും ആൻഡ് റെസ്റ്റ് ഓഫ് ദ ഡേയ്സ് ലൈക്ക് യുവർ ഡേയ്സ് എന്നത് അവരുടെ അഭിപ്രായത്തിൽ 1 ഡേ ലൈക്ക് എ ഇയർ, ഒരു വർഷത്തിന് സമാനമായ ഒരു ദിവസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ബ്രിട്ടീഷ് എംപയർ ആണെന്നും 1 ഡേ ലൈക്ക് എ മന്ത്, ഒരു മാസത്തിന് സമാനമായ മറ്റൊരു ദിവസം എന്നതുകൊണ്ട് നിലവിൽ കഴിഞ്ഞുപോയ അമേരിക്കൻ എംപയർ ആണെന്നും ആൻഡ് 1 ഡേ ലൈക്ക് എ വീക്ക്, ഒരു ആഴ്ചയ്ക്ക് സമാനമായ ഒരു ദിവസം എന്നുള്ളത് ഗ്രേറ്റ് ഇസ്രായേൽ എംപയർ സിസ്റ്റത്തെയാണ് സൂചിപ്പിക്കുന്നതെന്നുമാണ് അവരുടെ വാദം. എപ്പോഴാണോ ഗ്രേറ്റ് ഇസ്രായേൽ പ്രഖ്യാപിതമാകുന്നത്, അപ്പോൾ ബാക്കി 37 ദിവസത്തേക്ക് വേണ്ടി അവൻ രംഗപ്രവേശനം നടത്തുകയും ചെയ്യും. ഇതാണ് ഇക്കൂട്ടരുടെ വാദം. സി ഫ്രണ്ട്സ്, ഇതും ഒരു അഭിപ്രായമാണ്. സ്വീകരിക്കുന്നതിനും തള്ളിക്കളയുന്നതിനും മുമ്പ് പഠനത്തിന് വിധേയമാക്കാൻ ശ്രമിക്കുക. അല്ലാഹു അഅലമു ബിസ്സവാബ്. മറ്റൊരു അഭിപ്രായം ഇതാണ്: ദജ്ജാൽ എന്നത് ഈ യുഗാന്തരങ്ങൾ തോറും വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. ഡിഫറെന്റ് രൂപങ്ങളിലും ഭാവങ്ങളിലും ഓരോരോ കാലത്തിലും ദജ്ജാൽ അവതരിക്കുന്നു. 30ഓളം ദജ്ജാലുകൾ കടന്നു വരുമെന്നും അവസാനം വലിയ ദജ്ജാൽ കടന്നു വരുമെന്നുള്ള ഹദീസിന്റെ ആശയത്തെയാണ് ഇവർ സ്പോട്ട് ചെയ്യുന്നത്. ഇബ്നു സയ്യാദിന്റെ സംഭവം കൂടി മുൻനിർത്തിയിട്ടാണ് ഈ ഒരു അഭിപ്രായം മുന്നോട്ട് വെക്കപ്പെടുന്നത്. ഇബ്നു സയ്യാദ് തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അതേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അയാളിൽ ദജ്ജാലിയത്തിന്റെ പല അടയാളങ്ങളും കണ്ടിരുന്നത് കാരണമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയാൾ ദജ്ജാലാണോ അല്ലയോ എന്ന് പരിശോധന നടത്തിയിരുന്നു. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്, കാണാൻ ശ്രമിക്കുക. പ്രമുഖരായ പല സ്വഹാബാക്കളിൽ പലരും അവൻ ദജ്ജാലാണെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്നു.
മറ്റൊരു വിഭാഗം സ്കോളേഴ്സിന്റെ അഭിപ്രായം ദജ്ജാൽ ഈസ് ഇൻ സം കൈൻഡ് ഓഫ് സ്പിരിച്വൽ വേൾഡ്, നോട്ട് എക്സാക്ട്ലി സ്പിരിച്വൽ ബട്ട് ഇൻ വേൾഡ് ഓഫ് അപ്പറേഷൻ. അതായത് നമ്മുടെ ലോകത്തിനും ഇടയിലുള്ള മറ്റൊരു ഡയമെൻഷണൽ വേൾഡ്. അതായത് ദജ്ജാൽ വസിക്കുന്നത് ഈ ലോകത്ത് മറ്റൊരു ഡയമെൻഷനിലാണ്. തമീമുദ്ദാരി റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം ഇതുമായി അവർ റിലേറ്റ് ചെയ്യുന്നുണ്ട്. വേൾഡ് ഓഫ് അപ്പറേഷൻ എന്നാൽ എന്താണെന്ന് നിങ്ങൾക്ക് കൂടുതൽ സെർച്ച് ചെയ്ത് മനസ്സിലാക്കാവുന്നതാണ്. തമീമുദ്ദാരി റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം നമുക്കേവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ ഒരു സമുദ്രയാത്രക്കിടയിൽ ഹി ഗോട്ട് ലോസ്റ്റ് ദി ഷിപ്പ്. അദ്ദേഹം ആ ടൈമിൽ ക്രിസ്ത്യനായിരുന്നു. ശേഷമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലേക്ക് അദ്ദേഹം കടന്നു വന്നത്. അദ്ദേഹം ആ സംഭവത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു. അദ്ദേഹം പറയുന്നു, ഞാനും എൻ്റെ ചില സുഹൃത്തുക്കളും ചേർന്ന് ഒരു സമുദ്രയാത്ര നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇടയിൽ ശക്തമായ കാറ്റിൽപ്പെട്ട് ഞങ്ങളുടെ കപ്പൽ ഒരു ദ്വീപിൽ അകപ്പെടുകയും അവിടെ വിചിത്രമായ ഒരു ജീവിയെ നമ്മൾ കണ്ടുമുട്ടുകയും ചെയ്തു. ജസ്സാസ എന്നായിരുന്നു അതിൻ്റെ പേര്. ചിലർ അതിനെ ബിഗ് ഫുട്ടുമായി കമ്പയർ ചെയ്യുന്നുണ്ട്. കുട്ടികളുടെയുമൊക്കെ കാർട്ടൂണിൽ നിന്ന് അവതരിപ്പിക്കപ്പെടുന്ന ഒരു ക്യാരക്ടറാണ് ബിഗ് ഫുട്ട്. അത് റിയലാണെന്ന് അവകാശപ്പെടുന്നുണ്ട്. അതിൻ്റെ ശരീരം മുഴുവനും രോമങ്ങളാൽ നിറഞ്ഞിരുന്നു. അത് പറഞ്ഞു, ഞാൻ ജസ്സാസയാണ്, എൻ്റെ നേതാവ് നിങ്ങളെ കാണാൻ ക്ഷണിക്കുന്നു. അദ്ദേഹം ആ ടെമ്പിളിൽ അല്ലെങ്കിൽ ആ ചർച്ചിൽ കഴിയുന്നുണ്ട്. അവിടെ ചെന്ന് അവർ കണ്ടത് വളരെ മസ്കുലറായിട്ടുള്ള ഒരാൾ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അയാളുടെ കണ്ണെന്തോ പറ്റിയതുപോലെയുണ്ട്. ഇറ്റ് വാസ് ലൈക്ക് എ ഗ്രേപ്പ്. മുന്തിരി പോലെ അത് പുറത്തേക്ക് തള്ളി നിന്നിരുന്നു. അയാൾ ചില ചോദ്യങ്ങൾ ചോദിച്ചു. പ്രിസൈസ്ലി 3 ചോദ്യങ്ങൾ അയാൾ ചോദിച്ചു. തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു അതിന് 3നും മറുപടിയും നൽകി. ദെൻ അവൻ പറഞ്ഞു, ഈ 3 കാര്യങ്ങൾ എപ്പോൾ പൂർത്തിയായി കഴിയുന്നുവോ അപ്പോൾ എൻ്റെ പുറപ്പാടുണ്ടാകും. എത്രത്തോളം കാര്യങ്ങൾ അവൻ ചോദിച്ചു എന്നാൽ അവൻ ചോദിച്ചു, അറേബ്യയിൽ ഞാൻ നബിയാണെന്ന് പറഞ്ഞ് ഒരാൾ കടന്നു വന്നുവോ? നബിതങ്ങളെ പറ്റിയായിരുന്നു അവൻ്റെ ചോദ്യം. ദെൻ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ. അപ്പോൾ അവൻ പറഞ്ഞു, അറബികൾക്ക് നല്ലത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അനുസരിക്കലാണ്. ഇതിനെ സംബന്ധിച്ച് തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞു, അവൻ കള്ളനാണ്, എങ്കിലും ഇവിടെ അവൻ പറഞ്ഞ കാര്യങ്ങൾ തീർത്തും സത്യമാണ്. ഡിയർ ഫ്രണ്ട്സ്, ഈ ഒരു സംഭവത്തെ ഇതിനെ സംബന്ധിച്ച് ഉലമാക്കൾക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. കൂടുതൽ ഓതന്റിക് ആയിട്ടുള്ള ഒപ്പീനിയൻ എന്തെന്നാൽ ഇതൊരു റിയൽ മീറ്റിംഗ് തന്നെയായിരുന്നു. റിയലി തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു ദജ്ജാലിനെ കണ്ടുമുട്ടി എന്നുള്ളത് തന്നെയാണ്. എന്നാൽ മറ്റൊരു വിഭാഗം സ്കോളേഴ്സിന്റെ ഒപ്പീനിയൻ ഇതൊരു വിഷൻ ആയിരുന്നു, ലൈക്ക് എ സ്പിരിച്വൽ വിഷൻ. ഇത് തമീമുദ്ദാരി റളിയല്ലാഹു അൻഹുവിന് കാണിക്കപ്പെട്ടു. ഈ ഒരു വിഷനിൽ അദ്ദേഹം സംഹൗ എങ്ങനെയോ വേൾഡ് ഓഫ് അപ്പറേഷനിൽ പ്രവേശിക്കപ്പെട്ടു. അവിടെ അദ്ദേഹം ഇൻ സ്പിരിറ്റ് ദജ്ജാലിനെ കണ്ടുമുട്ടി. മുമ്പ് നാം പറഞ്ഞതുപോലെ തന്നെ വേൾഡ് ഓഫ് അപ്പറേഷൻ എന്നാൽ ഉലമാക്കൾ പറയുന്നു നമ്മുടെ ലോകം എന്നുള്ളത് ഒരു ഫിസിക്കൽ വേൾഡാണ്. അതിനിടയിലുള്ള മറ്റൊരു ഡയമെൻഷണൽ വേൾഡാണത്. അതിന് വേൾഡ് ഓഫ് അപ്പറേഷൻ എന്ന് പറയപ്പെടുന്നു. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. യു ക്യാൻ സെർച്ച് ഇറ്റ്. അവർ പറയുന്നു, ഇൻ സ്പിരിറ്റ് ദജ്ജാൽ ആ സ്ഥാനത്തുണ്ട്, എന്നാൽ ഡിഫറെൻറ്റ് ടൈംസിൽ ഹ്യൂമൻ ഫോമിൽ അവൻ്റെ മാനിഫെസ്റ്റിംഗ് സംഭവിക്കുന്നു. ഇതും വളരെ ഓതന്റിക് ആയിട്ടുള്ള ഒരു അഭിപ്രായമായി മനസ്സിലാകുന്നില്ല. ഇതൊരു അഭിപ്രായമാണ്, നിങ്ങളുടെ അറിവിലേക്കായി പറഞ്ഞുവെന്ന് മാത്രം. ഡിയർ ഫ്രണ്ട്സ്, എന്തു തന്നെയായാലും ഫിത്നത്തു ദജ്ജാലി ഫിത്ന എന്നത് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഫിത്നയായിരിക്കും. അല്ലാഹു തആല നാം ഇവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. ഈ വീഡിയോയിൽ ഇത്രമാത്രം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്ത വീഡിയോയിൽ പുതിയൊരു വിഷയവുമായി കണ്ടുമുട്ടാം. ദുആയിൽ ഓർക്കുമെന്ന പ്രതീക്ഷയോടുകൂടി ദിസ് ഈസ് യുവർ ചാനൽ റംലെ മദീന സൈനിങ് ഓഫ്. അസ്സലാമു അലൈക്കും.